എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നോൺ വെജ് ഡിഷ് ചിക്കൻ കറാഹിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത്. റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിലേക്കുള്ള മസാലക്കൂട്ട് റെഡിയാക്കി വയ്ക്കാം. അതിനായി ഒരു പാനിലേക്ക് 4 വറ്റൽമുളക്, അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള കറിയാണിത്. അതുകൊണ്ട് എരിവ് കുറഞ്ഞ വറ്റൽമുളകാണെങ്കിൽ 6-7 എണ്ണം എടുക്കുക. 2 ടേബിൾ സ്പൂൺ മല്ലി, 2 ടീസ്പൂൺ ഷാഹി ജീര, അതായത് കരിഞ്ജീരകം. ഇതില്ലെങ്കിൽ പകരം സാദാ ജീരകം 1 ടീസ്പൂൺ ഉപയോഗിച്ചാലും മതി. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ഏലക്ക. ഇനി ഇവയെല്ലാം കൂടി ലോയ്ക്കും മീഡിയത്തിനും ഇടയിൽ ഒരു ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് റോസ്റ്റ് ചെയ്യാം. ഈ ഒരു രീതിയിൽ 2 തൊട്ട് 3 മിനിറ്റ് വരെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോഴീ ചേർത്ത ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാം പൊടികളാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഡയറക്റ്റ് കറിയിലേക്ക് ചേർത്താലും മതി. പക്ഷേ ഈ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് പൊടിച്ച് ചേർത്താൽ കറിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോഴൊരു 2.5 മിനിറ്റ് ഇത് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇവയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 30 സെക്കൻഡ് കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. ഇതിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഒരു വോക്കിലേക്ക് എണ്ണ എടുക്കുന്നു. 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് തൊട്ട് 1 കപ്പ് വരെ ഓയിൽ എടുക്കാം. അപ്പോൾ ചിക്കൻ വേഗത്തിൽ തയ്യാറാക്കി എടുക്കണമെങ്കിൽ 1 കപ്പ് ഓയിൽ യൂസ് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം. 3 ഏലക്ക, 1 തക്കോലം, ഒരു ചെറിയ കഷ്ണം പട്ട, 1 കറുവാപ്പട്ടയുടെ ഇല. നല്ല ചൂടെണ്ണയിൽ ഒരു 30 സെക്കൻഡ് ഇതിങ്ങനെ കിടക്കട്ടെ. അതിൻ്റെ ഫ്ലേവറൊക്കെ എണ്ണയിലോട്ടൊന്ന് ഇറങ്ങി തുടങ്ങണം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ബോണുള്ളതോ ബോൺലെസ്സോ ആയിട്ടുള്ള ചിക്കൻ എടുക്കാം. ബോണുള്ളതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. ഞാനിവിടെ കുറച്ച് ചിക്കൻ ഡ്രം സ്റ്റിക്സും ചിക്കൻ തൈസുമാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ തൂക്കമുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ചിക്കന് പിങ്ക് കളറാണ്. അത് മാറി വൈറ്റ് കളർ ആവണം. എല്ലാ വശങ്ങളിലെയും പിങ്ക് കളർ മാറി വൈറ്റ് ആകുന്നത് പോലെ തിരിച്ചും മറിച്ചുമിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു കറി സവാള ചേർത്തും ചേർക്കാതെയും തയ്യാറാക്കാം. ഞാനിവിടെ സവാള ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് സവാള ചേർക്കുന്നത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്യുക. അതായത് ഇപ്പോൾ എല്ലാ ചിക്കൻ പീസുകളുടെയും കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാന്ന് വെച്ചാൽ മൊത്തത്തിൽ മൊരിച്ചങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയല്ല ചെയ്യുന്നത്. ചിക്കൻ്റെ സൈഡ് ഭാഗങ്ങളും എഡ്ജസൊക്കെ കളറ് മാറി ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടാൻ ഒരു 5 മിനിറ്റ് എടുക്കും. ആദ്യം പറഞ്ഞതുപോലെ 1 കപ്പ് എണ്ണ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലും വേഗത്തിൽ ഇത് ഫ്രൈ ആയി കിട്ടും. ഇവിടെ ചിക്കൻ പീസുകളുടെ എഡ്ജസൊക്കെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് തൈര് ചേർക്കാം. ഇപ്പോഴൊരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. ഇതിനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കുന്നത്. അതിനായി ഓരോ തക്കാളിയും ഈ രീതിയിൽ വലിയ 2 കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. 4 വലിയ തക്കാളിയാണ് ഇതിലേക്ക് വേണ്ടത്. അത് ഓരോന്നും മുറിച്ച് ഇതേപോലെ ചിക്കൻ്റെ മുകളിലായി നിരത്തി വയ്ക്കാം. ഇപ്പോൾ ഇതിലേക്ക് എരിവിനുള്ള പച്ചമുളക് കൂടി ചേർക്കാം. ഞാനിവിടെ 4 എണ്ണം നടുവേ കീറിയാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളകാണിത്. അപ്പോൾ എരിവ് കുറഞ്ഞതാണെങ്കിൽ 6-7 എണ്ണം ചേർക്കണം. ഇനി ഫ്ലെയിം ലോയ്ക്കും മീഡിയത്തിനും ഇടയിലേക്ക് മാറ്റി മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ അത്യാവശ്യം വേവായി. അതിൻ്റെ തൊലി എളുപ്പത്തിൽ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഈ രീതിയിൽ എല്ലാ തക്കാളിയുടെയും തൊലി മാറ്റാം. ഈ തക്കാളിയുടെ തൊലി ഒന്നെങ്കിൽ ഈ രീതിയിൽ കളയാം, അതല്ലെന്നുണ്ടെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചിക്കൻ്റെ കൂടത്തിൽ വേവിച്ചാലും മതി. എളുപ്പത്തിൽ പണി കഴിയുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ തന്നെയാണ്. ഇപ്പോഴെല്ലാ തക്കാളിയുടെയും തൊലി മാറ്റിയിട്ടുണ്ട്. ഇനി ഓരോന്നായി ഉടച്ചെടുക്കാം.
അങ്ങനെ ഓരോന്നും ഉടച്ചെടുത്തതിന് ശേഷം ചിക്കനുമായിട്ട് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് തിളച്ചു തുടങ്ങിയാൽ ഇതിലേക്ക് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് റെഡിയാക്കി വെച്ചിരുന്ന മസാലക്കൂട്ട് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. ഇത് എരിവിന് വേണ്ടി ചേർക്കുന്നതല്ല, കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. ഇനി ഈ മസാലയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതാ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പക്ഷേ ചിക്കനിലേക്ക് അത്രയ്ക്ക് അങ്ങ് പിടിച്ചിട്ടില്ല. നേരത്തെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് വറ്റിച്ചെടുക്കണം. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് തിളപ്പിക്കാം. ഇതിലധികമായി വന്നിട്ടുള്ള വെള്ളമെല്ലാം വറ്റി ഗ്രേവി നല്ല കുറുകി വരുന്നത് വരെ തിളപ്പിച്ചെടുക്കാം. അടിയിൽ കരിഞ്ഞു പിടിക്കാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല കുറുക്കി എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നന്നായി എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം. കുക്കർ ഉപയോഗിച്ച് വെറും 2 മണിക്കൂർ കൊണ്ട് നല്ല കട്ട തൈര് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഈ തൈര് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ചേർക്കണം. ഇത് ഈ രീതിയിൽ ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കാം. ഇതൊന്ന് തിരുമ്മി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഉലുവാടെ ഇല ഉണങ്ങിയതാണിത്. ശരിക്കും ഈ ഇലയ്ക്ക് കയ്പ്പാണ്. പക്ഷേ ഇതുപോലത്തെ നോൺ വെജ് കറികളിൽ ഇത് ചേർത്താൽ കറിക്ക് കൂടുതൽ ടേസ്റ്റാണ് ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർക്കാം. ഈ ഒരു കറിയിൽ മല്ലിയില തീർച്ചയായും ചേർക്കണം. കാരണം ഈ ഇലയുടെ ഫ്ലേവർ ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഇനി ഇതിലേക്ക് കനം കുറച്ച് നീളത്തിൽ ജൂലിയൻ കട്ട് ചെയ്ത കുറച്ച് ഇഞ്ചി കൂടി ചേർക്കാം. അവസാനമായിട്ട് ഒരു അര നാരങ്ങയുടെ നീര് കൂടി ചേർക്കാം. 2 ടീസ്പൂൺ നാരങ്ങ നീര്. ഇനി ഇതടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടെ വേവിക്കാം. ഇപ്പോൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും ഫ്ലേവർ ചിക്കനിലേക്കും ഗ്രേവിയിലേക്കൊക്കെ ഇറങ്ങണം. 2 മിനിറ്റിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറാഹി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി സ്പൈസി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. ചപ്പാത്തി, നാൻ, റൊട്ടി ഇവയുടെയൊക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും നന്ദി.